അട്ടിപ്പിടി കേസൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ കുറേ നേരം അനുമോളും മസ്താനിയും സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഭിക്ക് ഈ പറയുന്ന ഒരു ഗ്രൂപ്പിലും ചേരണ്ട എന്ന് ഈ ഒരു തിരിച്ചുവരവിലും അഭി തീരുമാനിച്ചിട്ടുണ്ട്. പണ്ടും അഭി അങ്ങനെയായിരുന്നു. ഒനീലുമായിട്ടുള്ള സൗഹൃദമാണ് അഭിക്ക് കൂടുതലുണ്ടായിരുന്നത്. അവരുടെ ഇടയിലേക്ക് ഷാനവാസ് കയറിയപ്പോൾ പോലും ഒനീലും അഭിയും അതങ്ങോട്ട് കൂടുതൽ ഉൾക്കൊള്ളാൻ നിന്നിട്ടില്ല. അപ്പോൾ അനുമോള് സംസാരിക്കുന്ന പല കാര്യങ്ങളും അത് ഈ പറയുന്ന മസ്താനി എടുത്ത് പറയുന്നത് പലതും അഭി കേട്ടിട്ടുണ്ട്. ഈ അഭി ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ തുടക്കം അഭിയെ കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് സംസാരിച്ചത്, മസ്താനിയുടെ ആ ഒരു അവസ്ഥയും അനുമോള് പറഞ്ഞതും എല്ലാം കൂടെ എങ്ങനെയാണ് കണക്ട് ആയി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം മസ്താനി വന്നിരിക്കുമ്പോൾ അവിടെ അനുമോള് പറയുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ മസ്താനി പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെ ഇവിടുന്ന് പോയവരൊക്കെ തിരിച്ചു വന്നത് അവരിപ്പോഴും ആ ഒരു കളി വിട്ടിട്ടില്ല, അവരിപ്പോഴും ആ ഒരു ഗെയിമിലാണ്. അവർ ഇതുവരെയും ആ ഒരു ബിഗ് ബോസ് ഹൗസില് ഒരു ടാസ്ക്, ഒരു ഗെയിം സ്ട്രാറ്റജി ഇതൊക്കെ കൊണ്ടാണ് അവർ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് മസ്താനി പറയുന്നുണ്ട്. അപ്പൊ അഭി അത് കേട്ടിട്ട് പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, അതിന് കാരണമുണ്ട്. ഇവിടെ ഈ നിന്നവരും വന്നവരും പോയവരും ഒന്നും കളിക്കാൻ അറിയാത്തവരായിരുന്നില്ല, കളിക്കാൻ അറിയാവുന്നവരായിരുന്നു. അല്ലാതെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല അവർ എവിക്റ്റ് ആയത്. അപ്പോൾ ഉടനെ മസ്താനി പറയുന്നുണ്ട്, അതിനകത്ത് ഇനി ഇപ്പൊ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യത്തിനാണ്? ഇനി ഈ പറയുന്ന നിനക്ക് ഈ കപ്പ് കിട്ടുവോ? കപ്പ് കിട്ടത്തൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ വന്ന് വീണ്ടും കളിക്കുന്നേ എന്ന് മസ്താനി ചോദിക്കുന്നുണ്ട്. ശേഷം അനുമോളുടെ സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. മസ്താനി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ശൈത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളത് മസ്താനി ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, മറ്റേ ആ കട്ടപ്പ ഇല്ലേ, കട്ടപ്പ നീ അന്നില്ല പറഞ്ഞു തന്നില്ല, അത് മസ്താനിയാണ് ആ കട്ടപ്പ വാക്ക് ഉപയോഗിച്ചു കൊടുത്തത്. ഇത് മസ്താനി വന്ന് പറയുന്നതിന് മുന്നേ അനുമോൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നോ, ഇവള് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടോ, തന്നെ കുറിച്ച് മറ്റടുത്ത് പോയി പറയുന്നുണ്ടോ എന്ന് അനുമോൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഈ പറയുന്ന അക്ബറിന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തും ഒക്കെ പോയി ഈ മറ്റേ നമ്മുടെ ശൈത്യ പോയി ഇരിക്കുന്നത് കാണുന്നത്. പക്ഷെ ഇരിക്കുന്നത് കാണുന്നത് കൊണ്ട് അനുമോൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. പകരം തൻ്റെ അടുത്തോട്ട് വരുന്നേയില്ല, ശൈത്യ തൻ്റെ അടുത്ത് വരുന്നില്ല, പകരം ഫുൾ ടൈം ഇവരുടെ അതായിരുന്നു എന്നാണ് ഈ അനുമോൾ പറഞ്ഞത്. അതിനുശേഷമാണ് അതിനുശേഷമാണ് ഒരു രാത്രി അനുമോൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആര്യനും ജിസയിലുമായിട്ട് ശൈത്യ ഭയങ്കര കമ്പനി. കിടക്കാൻ വേണ്ടി മാത്രമേ ശൈത്യ തൻ്റെ അടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ അത് അനുമോള് അങ്ങോട്ട് തന്നെ നേരിട്ട് പറഞ്ഞു, കിടക്കാൻ വേണ്ടി മാത്രമാണല്ലോ നീ വരുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ശൈത്യക്ക് ഇഷ്ടപ്പെട്ടില്ല. ശൈത്യ അപ്പം എല്ലാം പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് ആദിലെടുത്ത് നൂറെടുത്തും അങ്ങാണ്ടാ പോയി കിടന്നത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കട്ടപ്പ എന്നുള്ള വാക്ക് സ്ഥിരമായിട്ട് അനുമോള് വിളിക്കാൻ തുടങ്ങി. കട്ടപ്പ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ശൈത്യക്ക് നല്ല ട്രിഗറായി. സാധാരണ അപ്പം അനുമോള് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കട്ടപ്പ എന്ന് വിളിക്കുമ്പോൾ അത് ചതിക്കുന്നു എന്നുള്ളൊരു അർത്ഥം അതിനകത്തുണ്ടല്ലോ. അപ്പൊ കട്ടപ്പ എന്ന് വിളിക്കുമ്പോൾ അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ എന്തിനാണ് അത്രയും ട്രിഗർ ആയത്? അവൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് നീ എന്തിനാ എന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി, പിന്നെ കട്ടപ്പ എന്ന് ഞാൻ വിളിച്ചതിന് കാരണം ഇതൊന്നും ആയിരുന്നില്ല, ഈ പറയുന്ന ആര്യന്റെ കാര്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് അത്രയും ഫീൽ ആയത്. കാരണം അനുമോളും ശൈത്യയും ഒന്നിച്ച് ആ ബെഡിൽ കിടക്കുമ്പോഴായിരുന്നു ആര്യന്റെ ഒരു നോട്ടം ആ കൂട്ടത്തില്, അതായത് ഈ കഴിഞ്ഞ സീസണിൽ വന്നതില് ഏറ്റവും കൂടുതൽ ഗ്ലാമറും ചുറുചുറുക്കും ഏറ്റവും നല്ല ലുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ആര്യനായിരുന്നു. മാത്രവുമല്ല മാരീഡ് അല്ല. അപ്പോ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അതിനകത്തുണ്ടായിരുന്നു. ശൈത്യയും അനുമോളും ഒന്നിച്ച് ആ ട്രാക്കിന് വല്ല ജീവനും ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. അതേ കണക്കൊരു റെസ്പോൺസ് ആര്യനും കൊടുത്തിട്ടുണ്ട്. ആര്യനും ആ ഒരു ഇതിന് സപ്പോർട്ടായിട്ട്. ആര്യൻ പിന്നെ എല്ലാവരുടെ പോവും, ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതൊക്കെ കാണിച്ച സമയത്ത് ഇത് ശൈത്യയും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അനുമോളും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുമോളും അതിനനുസരിച്ച് ഓരോ കോലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോലങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ശൈത്യയെ നോക്കിയും ഈ ആര്യൻ ഓരോ കോലങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അവിടെ നിന്ന് നോക്കുന്നത്, ഇങ്ങനെ ശൈത്യയും അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും ആര്യനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം അനുമോൾക്ക് അങ്ങ് ഭയങ്കര ക്രഷ് തോന്നി എന്നല്ല. അനുമോൾക്ക് ക്രഷ് തോന്നാൻ ഇതെന്ന് തോന്നുന്നു. പക്ഷേ ശൈത്യ അവിടെ പറഞ്ഞുണ്ടാക്കിയത് എന്താണ്? ശരിക്കും അനുമോൾക്കൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ഒരാഴ്ച 2 ആഴ്ച ആയില്ല, അപ്പോഴത്തേക്കും ഒരു കൊച്ചു ഇറക്കനോട് ക്രഷ് തോന്നാൻ എന്തോന്ന്?
അപ്പൊ എന്താ ബോധമില്ലേ? അപ്പൊ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ഫണ്ണായിട്ട് അവിടെ ക്രിയേറ്റഡ് ആക്കിയ ഒരു കാര്യമാണ്. ബിഗ് ബോസ് ആവുമ്പോൾ ലവ് ട്രാക്ക് ഉണ്ട്, ലവ് ട്രാക്ക് സക്സസ്ഫുൾ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ബിക്കോസ് ഓഫ് ദ പേർളി ആൻഡ് ശ്രീനിഷ്. അതും വെച്ച് പിടിച്ചോണ്ട് ഇവരൊരു കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അതിനകത്ത് അനുമോൾക്കും പങ്കുണ്ട്, ശൈത്യക്കും പങ്കുണ്ട്. പക്ഷെ അത് ശൈത്യ അവരുടെ അടുത്ത് പോയി പറഞ്ഞത് മുഴുവൻ അനുമോൾക്ക് യഥാർത്ഥത്തിൽ ക്രഷ് ഉണ്ട്, അതുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ശൈത്യ പോയി കട്ടപ്പ പണി എടുത്തു. അതാണ് സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ഫീൽ ആയത്. കാരണം തൻ്റെ കൂടെ നിന്നിട്ട് അത് അവിടെ പോയി നെഗറ്റീവാക്കി, തന്നെ കുറിച്ച് നെഗറ്റീവാക്കി. ശൈത്യ അവിടെ നല്ല പിള്ളയായി. അതപ്പോ ആരുടെ ഭാഗത്ത് തെറ്റ്? ആരാണ് അവിടെ കട്ടപ്പയായത്? ശൈത്യ തന്നെയല്ലേ. അതായിരുന്നു യഥാർത്ഥത്തിൽ അനുമോളെ ഫീൽ ചെയ്യിപ്പിച്ചത് എന്ന് മസ്താനിയോട് അനുമോള് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരൊന്നിച്ച് കിടന്ന സമയത്ത് ശൈത്യയുടെ കുറേ പേഴ്സണൽ ലൈഫും പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്കുണ്ടായ ഒരു ട്രാജിക് ലവ് സ്റ്റോറിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു എക്സ് ബോയ് ഫ്രണ്ട്, ആ ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ മറ്റേ ജീവൻ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ അന്ന് വന്ന ആ ഒരു ജീവൻ. ഓക്കെ, ആ പുള്ളിക്കാരനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ അന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഏതായാലും ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അനുമോള് പറഞ്ഞ കാര്യം അതുവരെ അവിടെ എവിടെയോ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ഉൾട്ടാ പുൾട്ടയുണ്ട്. അത് ശൈത്യയാണോ പറഞ്ഞത്, അത് മസ്താനിയാണോ പറഞ്ഞത് എന്ന് ക്ലിയർ അല്ല. അത് ശൈത്യയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനുമോള് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് മസ്താനിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശൈത്യയും അത് അന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ആ വിഷയത്തിൽ മസ്താനി ഒന്നും കേട്ടിട്ട് ഒന്നും അനങ്ങുന്നില്ല. ഇതിനൊക്കെ ശേഷം അപ്പം ഈ കട്ടപ്പ എന്ന് പറഞ്ഞതിനെ എലാബറേറ്റ് ചെയ്ത് അനുമോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തൊട്ട് മുമ്പത്തെ ദിവസം ഈ മെനഞ്ഞാന്ന് രാത്രി ശൈത്യ റീ എൻട്രി ചെയ്തതിന് ശേഷം ഉണ്ടായ സംസാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. കട്ടപ്പ എന്നുള്ളതിന്റെ അർത്ഥം, നീ എന്തിനാണ് എന്നെ അങ്ങനെ വിളിച്ചത്, പുറത്ത് എനിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ആണ് എന്ന് ശൈത്യ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോഴത്തേക്കും അനുമോൾക്ക് പുറത്തെ കാര്യം അറിയില്ലല്ലോ. അപ്പം അനുമോള് പുറത്തെ കാര്യം എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അനുമോൾ മിണ്ടാതിരിക്കുകയാണ്. അനുമോൾക്ക് പേടിയൊന്നും വരത്തില്ലേ? അനുമോളും ഫേസ് ചെയ്യേണ്ട ഒരു പബ്ലിക് ഉണ്ട്. ആ ഒരു പബ്ലിക്കില് അനുമോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അനുമോൾക്ക് അറിയില്ല. ആകെ മൊത്തത്തിൽ അനുമോൾക്ക് ഒരു കൺഫ്യൂഷനായി. വന്നവരെല്ലാരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു. താൻ പോസിറ്റീവ് ആയതുകൊണ്ടാണോ താൻ നെഗറ്റീവ് ആയതുകൊണ്ടാണോ എന്ന് അനുമോൾക്ക് അറിയില്ല. അനുമോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോഴത്തേക്കും ശൈത്യയെടുത്ത് അനുമോള് മനഃപൂർവ്വമായിട്ട് തന്നെ, നമുക്കത് പിന്നെ പറയാം, അനുമോള് കരുതി എന്തുവാ ബെഡിൽ പേഴ്സണലി വരുമ്പോൾ രഹസ്യമായിട്ട് ശൈത്യയെടുത്ത് ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് ശൈത്യമായിട്ട് കമ്പനിയായി ഇതെല്ലാം പറയണം എന്നൊരു ധാരണ അനുമോൾക്ക് ഉണ്ടായിരിക്കും. കാരണം അനുമോളുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് എല്ലാവരും കേൾക്കെ ശൈത്യ ഈ പറയുന്ന വിഷയവും കട്ടപ്പാട വിഷയവും അതിന്റെ കൂടെ തന്നെ അനീഷിനെ നീ കണ്ണും കലാശവും കാണിച്ച് വളച്ചെടുത്തു, അങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകളും പറഞ്ഞു. ആ വൃത്തികേടിനകത്തും പ്രശ്നമുണ്ട്. അവിടെ ഈ പറയുന്ന അനീഷ് 25 വയസ്സോ 30 വയസ്സിനകത്തോ ഉള്ളൊരു പയ്യനല്ല, പകരം വളരെ പക്വതയുള്ള ഒരാണാണ്. അത് ആ പക്വത അനീഷ് കാണിക്കുന്നുണ്ട്. അനീഷ് വളരെ ക്ലീൻ ആണ് എന്ന് എനിക്ക് ഇപ്പോഴും ഈ പറയുന്ന റീ എൻട്രി ഈ പറയുന്ന ആൾക്കാർ തിരിച്ചു വന്നപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് അനീഷ് ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിനി അഭിനയമാണോ എന്ന് തോന്നുന്നു. അതായത് അനീഷിനെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു 2 ദിവസമുണ്ട്. അനീഷിനകത്ത് ഒന്നും ഇടപെടുന്നില്ല. ആരുടെയും മുന്നിൽ വെച്ച് അനീഷ് ഈ പറയുന്ന അനുമോളെ എടുത്ത് വലിച്ചിഴക്കുന്നുമില്ല. പക്ഷെ അവിടെ വന്നവരാണ് ഇട്ട് വലിച്ചഴക്കുന്നത്. അതിനകത്ത് അനീഷിന് പങ്കുണ്ടെങ്കിലും അനീഷിനെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അനുമോള് കാണിച്ച കൈക്കോക്രിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈയിങ് കിസിനും ഒക്കെ ബദലായിട്ടാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഐ റെസ്പെക്ട് ദം. ബട്ട് അങ്ങനെ നിങ്ങൾ കരുതുന്നതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അതായത് അനുമോൾ അങ്ങനെ കയ്യും കലാശവും കാണിച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഇതൊരു സ്ട്രാറ്റജി ആണെന്നും ഫണ്ണാണെന്നും തിരിച്ചറിയാൻ വിവരമില്ലാത്ത ഒരാളാണോ അനീഷ്? അതൊക്കെ അനീഷിന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ അനീഷിന് ഇതൊന്നും കൊണ്ടല്ല ഫീൽ ചെയ്തത്. അത് അനുമോൾ എടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? അപ്പൊ അനീഷ് പറയുന്നുണ്ട് അതല്ലാതെ ഒരു പരിഗണന അനുമോൾ കൊടുത്തിട്ടുണ്ട്. ആ പരിഗണന അനുമോൾ കൊടുത്തത് കൊണ്ട് അത് മനഃപൂർവ്വം ഒരു ഗെയിം ആക്കാൻ അത് മനഃപൂർവ്വമാണെന്നാണ് പറയുന്നത്. അനുമോളുടെ അഭിനയമായിരുന്നു എന്ന്. അതായത് എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ മാത്രമാണ് അനീഷിന്റെ അടുത്ത് സീരിയസ്ലി ഒരു കെയർ കാണിച്ചത്. ഈ പറയുന്ന കാര്യം ഈ എഴുതിയ കമന്റ് ഇട്ടവരുൾപ്പെടെ ഈ പറയുന്നത് തുടക്കം തൊട്ട് ഇതെന്താ പറയാഞ്ഞത്? അന്നേരം പിന്നെ ആങ്ങള പെങ്ങൾ കോംബോ, ഞാൻ ഉൾപ്പെടെ ഇവർ തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ട്, ഒരു സിസ്റ്റർ ബ്രദർ കോംബോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം എനിക്ക് തോന്നുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ട്, അത് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. കാരണം എന്താ, അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല. എല്ലാവരും അനീഷിനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന സമയത്ത് അനുമോള് അനീഷേട്ട ഇത് വേണോ, കഴിക്കുന്നോ, അനീഷേട്ട കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച അനുമോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്.
അതൊരു സ്ട്രാറ്റജി ആയിട്ടൊന്നും അല്ല. ആ ഒരു കൂട്ടത്തിൽ എല്ലാവരും ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് അനുമോള് ചോദിച്ചതാണ്. പക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ട്. ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ പണ്ട് കാണിച്ചൊരു എക്സ്പ്രഷനാണ്, അങ്ങ് തോന്നി എന്ന് പറയുന്നതേ പറ്റൂ. അപ്പോൾ ആ അനീഷിന്റെ കാര്യം ശൈത്യം അവിടിട്ട് വൃത്തികേടായ രീതിയിൽ വലിച്ചഴച്ചു. അതും പോരാഞ്ഞിട്ട് നിന്റെ PR ആണ് എന്റെ PR എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനകത്താണ് പൊന്നെ ഏറ്റവും കൂടുതൽ കഥ കിടക്കുന്നത്. അന്ന് ശൈത്യ ഇതെല്ലാം കേട്ടോണ്ടിരുന്നു. അതായത് ഒരു PR ഒരു പയ്യനെ ഏൽപ്പിച്ചു. അന്ന് അനുമോള് പറഞ്ഞു എനിക്ക് ഇത്രയും, അതായത് 15 ലക്ഷം 16 ലക്ഷം ഒക്കെ ചോദിച്ചു. അനുമോള് പറഞ്ഞു എനിക്ക് അത്രയൊന്നും തരാനില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും വേറെ PR വേറെ ചെയ്തു കൊടുത്തോളൂ, പക്ഷേ എനിക്കൊരു സപ്പോർട്ട് മാത്രം മതി, എനിക്ക് ആ സപ്പോർട്ട് ചെറിയൊരു സപ്പോർട്ട് മാത്രം മതി, ബാക്കി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ 10-11 വർഷമായിട്ട് നിൽക്കുന്നു. ഈ 10-11 വർഷമായിട്ട് അനുമോളെ അറിയാവുന്നവര്, ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ പോലും അനുമോളെ അറിയാമല്ലോ, അപ്പോൾ അവർക്ക് വോട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനുമോൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. നിങ്ങൾ ആരുടെ വേണമെങ്കിലും PR വേറെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അനുമോള് ശൈത്യ എടുത്ത് അന്ന് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ശൈത്യ പറഞ്ഞിട്ടില്ല നീ PR കൊടുത്ത ആളടുത്ത് തന്നെയാണ് താനും PR കൊടുത്തതെന്ന് അന്ന് ശൈത്യ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മെനഞ്ഞാന്ന് രാത്രി എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ശൈത്യയുടെ വായിൽ നിന്ന് വീണു നീ PR കൊടുത്തെടുത്ത് തന്നെയാടി ഞാനും PR കൊടുത്തത്, അച്ഛന്റെ കയ്യിൽ നിന്ന് അവൻ കുറെ കാശ് ചോദിച്ച് മേടിച്ചെടുത്തെന്ന്, അച്ഛനെ കുറെ കാശ് പറ്റിച്ചെന്ന്. അപ്പോഴത്തേക്കും അനുമോള് ഇതെന്താ അന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ PR കൊടുത്തെടുത്താണ് അവള് PR കൊടുത്തേന്നുള്ളത്. അത് അനുമോള് മസ്താനെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന കുറെ കാശ് പറ്റിച്ചു അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് അനുമോൾക്ക് മനസ്സിലായിട്ടുമില്ല. അതും ഈ പറയുന്ന ശൈത്യയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ അനുമോള് ഭയങ്കര ഷോക്കിംഗ് ആണ്, ഷോക്കായിട്ടാണ് അവിടെ പുള്ളിക്കാരി ഇരുന്നത്, അല്ലാതെ ക്ഷമയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ എന്താ ഈ പറയുന്ന പുറത്ത് എന്താ നടക്കുന്നത് എന്നൊരവസ്ഥയുണ്ട്. സോ ആകെ മൊത്തത്തില് ശൈത്യ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സമയം മാറിപ്പോയി. ഈ പറയുന്ന അനുമോള് ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും കാശ് കൊടുത്തു, PR കൊടുത്തു, എല്ലാവരും ഒരേപോലെ ഈക്വൽ ആണ്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട്, അത് അനുമോളുടെ ഗെയിം ആകാം, അനുമോൾക്ക് ഓൾറെഡി ഉള്ള ഫെയിം ആകാം, അനുമോളെ ഇഷ്ടപ്പെട്ട കുറച്ച് ജനങ്ങളാകാം, അനുമോളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്തു, ബാക്കി PR കൊടുത്തവരൊക്കെ താഴെയായി പോയി. പിന്നെ ഈ 10-16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് ബിന്നി പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയെങ്കിൽ ബിന്നി അത് മാറ്റി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം അനുമോളുടെ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പം മസ്താനി എടുത്ത് ഇതെല്ലാം പറഞ്ഞത് എല്ലാം 100% ശരിയാണ്, അനുമോൾ പറഞ്ഞത് സത്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പകരം ഇതൊക്കെ ഏകദേശം അവിടെ ഇവിടെയും ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അനുമോളുടെ ഭാഗത്ത് ഈ പറയുന്ന PR കാര്യത്തിൽ ഉൾപ്പെടെ അല്പമൊക്കെ ന്യായവും നീതിയും ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും വന്ന് ഓവറായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. നിങ്ങളും ഈ പറയുന്ന ലൈവും മസ്താനിയായിട്ടുള്ള ഒരു ടോക്കും കണ്ടതാണ്. പിന്നെ മസ്താനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മസ്താനി എടുത്ത് അനുമോള് പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഞാനും കേൾക്കേണ്ടി വരും, അത് അനുഭവിക്കാനേ പറ്റൂ, അത് കേട്ട് അനുഭവിക്കാനേ പറ്റൂ, പറയുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണമായിരുന്നു എന്ന് അനുമോള് മസ്താനി എടുത്ത് പറയുന്നുണ്ട്. മസ്താനി ഇത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാതെ, ഇത്രയും കേട്ടിട്ട് മസ്താനി ഒന്നും പറയാൻ പറ്റാതിരിക്കുകയാണ്. ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മസ്താനിയോട് വെറും പാവം തോന്നി. മസ്താനി പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? പലപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോഴും മസ്താനി പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് കമന്റ് പോലും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മസ്താനിക്ക് കേസിന് പോകാനോ മസ്താനിക്ക് ഒന്നിനും പോകാൻ പറ്റിയില്ല, കാരണം കംപ്ലീറ്റ് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. ശരിയാണ്, ബിഗ് ബോസ് ഹൗസിൽ വന്ന ആ കുട്ടി 2 ആഴ്ച പുള്ളിക്കാരി കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയി. കാരണം പുറത്തെ കാര്യം പറയുന്നു, അനുമോളോട് അതും ഇതും പറഞ്ഞു കൊടുത്ത് അനുമോളെ ട്രിഗർ ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ജിസയില് ആര്യൻ വിഷയത്തിൽ ഒരു വലിയ കഥയുണ്ടാക്കുന്നു, അങ്ങനെ കുറെ നെഗറ്റീവ് മസ്താനിക്ക് സംഭവിച്ചു. പക്ഷേ ഇത് മസ്താനിയുടെ ക്യാരക്ടർ ആണെന്നും പറഞ്ഞിട്ട് മസ്താനിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട്, മസ്താനിയുടെ കമന്റ് ബോക്സിൽ ഞാൻ എടുത്തു പറയണം, മസ്താനിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും വേറെ പണിയില്ലല്ലേ, അതെന്തിനാണ് ഒരു ട്രോമ ആ കുട്ടിക്ക് കൊടുക്കുന്നത്? മസ്താനിക്ക് ജീവിക്കണ്ടേ? അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു, കുറെ കളികളൊക്കെ കണ്ടിട്ട് വരുന്നു, അപ്പം ഇങ്ങനൊക്കെ സ്ട്രാറ്റജി എടുക്കണം, അനുമോളുടെ കൂടെ നിൽക്കണം, അനുമോളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് വളരണം എന്ന് കരുതിയിട്ടായിരിക്കും മസ്താനി വന്നത്. മൊത്തം പാളിപ്പോയി.
കാരണം ഈ പറയുന്ന സ്ട്രോങ് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് സെഷൻ കൂടി ഈ അനുമോൾക്കുണ്ട്. അതിൽ കയറിയാണ് മസ്താനി വീണത്. മാത്രമല്ല അനുമോളെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും മസ്താനിക്കും എതിരായി. അപ്പോൾ ഏകദേശം മസ്താനിയുടെ ഒരു ഗ്രാഫ് അങ്ങനെയാണ് കൂട്ടിക്കുഴഞ്ഞു പോയത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിലെ മസ്താനി വേറെ, റിയൽ ലൈഫിൽ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വേറെ. അപ്പൊ അതിനെ രണ്ടായിട്ട് കാണാൻ ഈ കാണുന്ന ഓഡിയൻസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ തെറ്റാണ്? മസ്താനിയുടെ തെറ്റാണോ? അപ്പോൾ ഏതായാലും ശരി, മസ്താനിക്ക് ആ ഒരു വിഷമം വേണ്ട. മസ്താനിയെ കുറിച്ച് എനിക്ക് ബിഗ് ബോസ് ഹൗസ് വിട്ടേറെ മസ്താനിയെ കുറിച്ച് പോസിറ്റീവേ പറയാനുള്ളൂ. കാരണം റീ എൻട്രിയിൽ വന്നപ്പോഴും മസ്താനിയുടെ ആ ഒരു അവസ്ഥ കണ്ടാൽ അറിയാം, അവർ നന്നായിട്ട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാമർ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.